നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്നുണ്ടാകുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. അവിടെ ഇടത് വലത് മുന്നണികൾക്ക് വളരെ അതിശക്തമായിട്ടുള്ളൊരു വെല്ലുവിളിയായി BJP ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ആലപ്പുഴയിൽ 3 ലക്ഷത്തോളം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള ഒരു ശ്രമം BJP നടക്കാൻ പോകുന്നു. ഇതിനായിട്ടും പ്രധാനമന്ത്രി മോദി അടക്കം അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളടക്കം പാലക്കാട്ടെത്തി പ്രചരണം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുകയും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും പാലക്കാട് ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും എത്തുകയും ചെയ്തു. ഇതിനു പുറമെ 26 നിയമസഭാ മണ്ഡലങ്ങളിൽ 35,000-ലേറെ വോട്ടുകൾ നേടുവാനും കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകത BJPക്കുണ്ട്. ഈ ആത്മവിശ്വാസത്തോടെ BJP പ്രചരണത്തിനിറങ്ങുന്നത് മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയായി മാറുമെന്നുറപ്പാണ്. കാരണം ഇടതിനും വലതിനും ഭയന്നു. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പെരിയാരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ഇപ്പോൾ BJP ആണ്. മാത്തൂരും പെരിയാരിയും UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണാടി മാത്രമാണ് CPM ഭരിക്കുന്ന ഒരേ ഒരു പഞ്ചായത്ത് എന്ന് പറയപ്പെടുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളടക്കം തുടങ്ങാൻ പോകുന്നു. ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ വൻ വോട്ട് വർധന നേടിയ ശോഭാ സുരേന്ദ്രൻ, മറ്റൊന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും പാലക്കാട് സ്വദേശിയുമായിട്ടുള്ള C. കൃഷ്ണകുമാർ. ഇവരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ സജീവമായിട്ട് പാലക്കാട് പരിഗണിക്കപ്പെടുന്നത് BJP. ഇവരിൽ ആർക്കെങ്കിലും ആയിരിക്കും സാധ്യത. ജയസാധ്യതകൾ വിലയിരുത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ പോകുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് 9,707 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 2ാം സ്ഥാനത്ത് BJP ആണ്. അതേസമയം യുവനേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കോൺഗ്രസ് പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ C. ശ്രീധരനായിരുന്നു ഈ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. അന്ന് കേവലം 3,859 വോട്ടുകൾക്കാണ് ജയം നഷ്ടപ്പെട്ടു പോയത്. കൃഷ്ണകുമാറിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,707 വോട്ടിനാണ് 2ാം സ്ഥാനത്തേക്ക് പോകേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്ന മെട്രോമാൻ E. ശ്രീധരനെ അവസാന ലാപ്പിലാണ് ഷാഫി പറമ്പിൽ മറികടക്കുന്നത്. 2016-ൽ 17,483 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDFിലെ സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിൽ വിജയിച്ചത്. 57,559 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടി. 40,076 വോട്ട് നേടി BJPയുടെ ശോഭാ സുരേന്ദ്രൻ 2ാമതെത്തി. CPMൻ്റെ AN കൃഷ്ണദാസ് 38,675 വോട്ട് നേടി 3ാമതെത്തി. 2011-ൽ ഷാഫി പറമ്പിൽ 7,403 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് മണ്ഡലം പിടിച്ചെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്താനായതിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് പിടിച്ചെടുത്ത് നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് BJP ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുന്നത്. മത്സരിക്കുന്നിടത്തെല്ലാം വോട്ട് വർധന ഉണ്ടാക്കാനാകുന്നതും പാലക്കാട് നേരത്തെ മത്സരിച്ച പരിചയമുള്ളതുമാണ് ശോഭയ്ക്ക് അനുകൂല ഘടകങ്ങളെന്ന് പറയുന്നത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭ മത്സരിച്ചത്. 2011 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ 3ാമതായിരുന്ന പാർട്ടിയെ 2ാം സ്ഥാനത്ത് എത്തിക്കുവാൻ ശോഭാ സുരേന്ദ്രനായി എന്നുള്ളത് പ്രത്യേകതയാണ്. 2011-ൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 19.86% വോട്ടുകളായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. 2016-ൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം 29.08% ഉയർത്തി. ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ വിജയം നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പരീക്ഷിക്കുവാൻ BJP ശ്രമിക്കാൻ പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിലെത്തിച്ചു. NDAക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ച് വോട്ട് വിഹിതം 17.24% നിന്ന് 28.3% ഉയർത്തി. പാലക്കാട്ടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ ശോഭ 2,48,081 വോട്ടുകളാണ് നേടിയെടുത്തിരുന്നത്. അങ്ങനെ ഏകദേശം 2.5 ലക്ഷത്തോളം വോട്ടുകൾ നേടിയെടുക്കുവാൻ ആറ്റിങ്ങൽ കഴിഞ്ഞു. ആലപ്പുഴയിൽ 3 ലക്ഷത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. പാലക്കാടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ശോഭയ്ക്ക് തുണയാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോകുമ്പോൾ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്താൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും. ശോഭാ സുരേന്ദ്രനോടൊപ്പം കേൾക്കുന്ന പേര് C. കൃഷ്ണകുമാറിൻ്റെതാണ്. പക്ഷേ C. കൃഷ്ണകുമാറിനേക്കാൾ മുകളിൽ ശോഭാ സുരേന്ദ്രനുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശോഭാ സുരേന്ദ്രനും രാഹുൽ മാങ്കൂട്ടത്തിനും M. സ്വരാജുമായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.